എല്ലാവരും കർത്തർക്ക് സ്തോത്രങ്ങളെ സെലുത്താൻ ആരംഭിക്കുക. വാഗ്ദത്തങ്ങളെ നമ്മുടെ മുമ്പിൽ നിവർത്തീകരിക്കുന്ന ദിവസമാണ്. இந்த நாள் கர்த்தர் சில வாக்குத்தத்தங்களை நம் முன்பதாக நிறைவேற்றுகிற நாள். വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുന്ന സർവശക്തനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ സ്നേഹവന്ദനത്തെ അറിയിക്കുക. வாக்குத்தத்தங்களை நிறைவேற்றுகிற சர்வ வல்லமையுள்ள இயேசு கிறிஸ்துவின் நாமத்தில் உங்கள் அனைவருக்கும் எங்களுடைய அன்பின் வாழ்த்துக்களை நாங்கள் தெரியப்படுத்துகிறோம். ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്നവരെല്ലാം ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. அந்த தெய்வ பிரசன்னத்தை அனுபவிக்கிறவர்கள் எல்லோரும் ஸ்தோத்திரம் செலுத்த ஆரம்பிக்க. നഷ്ടപ്പെട്ടു പോയ ലേറ്റായി പോയ ചില വിഷയങ്ങളുടെ അകത്തെല്ലാം ഇന്ന് സർവശക്തനായ യേശു അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. നഷ്ടപ്പെട്ടു പോന ഡിലേ ആയി പോന ചില വിഷയങ്ങളിൻ മേൽ എല്ലാം ഇன்றைக்கு യേശു അത്ഭുതങ്ങളെ ചെയ്യ പോകുகிறார். ഞങ്ങളിത് പറയുമ്പോൾ തന്നെ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര സാന്നിധ്യം ഇറങ്ങുക, ചില റിസ്റ്റോറേഷൻ നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കുക. நாங்கள் இது சொல்லும் பொழுதே சில நபர்கள் மேல் பரிசுத்த ஆவியானவருடைய பிரசன்னம் இறங்குகிறது, சில வாழ்க்கைகளின் மேல் റിസ്റ്റോറേഷൻ നടക്കുന്നത്. അലൻ എന്നുള്ള ഒരു പേര് കർത്താവിനെ കാണിക്കുന്നു. ആ പേരുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ മേൽ ദൈവപ്രവർത്തികൾ നടക്കുന്നു. കർത്താവ് ചിലതിനെ തിരിക്കുന്നു, ചില റിസ്റ്റോറേഷൻ നിന്റെ ലൈഫിനകത്ത് വെളിപ്പെടുകയാണ്. അലൻ എന്നതാണ് ഒരു നബറുടെ வாழ்க்கையில் இப்பொழுதே சில திருப்பணிகள் நடக்கிறது. அந்த நபரோடு சேர்ந்து சில റിസ്റ്റോറേഷനുകൾ കർത്താവ് ചെയ്യുகிறார். ഇപ്പോൾ തന്നെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, നിങ്ങളൊന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. അസാധാരണമായ ദൈവികമായ ഇടപെടലുകൾ സംഭവിക്കുന്ന സമയം ഇത്. இப்பொழுதே உங்களுடைய விஷயங்களுக்காக நீங்க ஜெபிக்க ஆரம்பிங்க, பிரைஸ் பண்ண ஆரம்பிங்க. உங்களுடைய விஷயங்களில் அற்புதமான விடுதலைகள் நடக்கிற நாளாக இந்த நாள் மாறுகிறது. തുറക്കപ്പെട്ടിരിക്കുന്നു സ്വർഗീയ സാന്നിധ്യം. നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം സ്വർഗീയ സാന്നിധ്യം വെളിപ്പെടുക ഈ സമയം. இப்பொழுதே பரலோகம் திறக்கப்பட்டிருக்கிறது. நீங்கள் இருக்கிற ஒவ்வொரு எல்லைகளிலும் பரலோக பிரசன்னம் வெளிப்படுகிற நேரம் இது. എല്ലാവരും പ്രൈസ് ചെയ്ത് എല്ലാവരും പ്രൈസ് ചെയ്താട്ടെ. അന്യഭാഷയുള്ളവർ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങിയാട്ടെ. പപ്പാങ്ങയുടെ വലിയ സാന്നിധ്യം ഓരോ വ്യക്തികളെ തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും തുതിക്കാൻ ആരംഭിங்க. അന്യഭാഷ இருக்கிறவர்கள் எல்லோரும் அந்நிய பாஷைகளோடு கூட அப்பாவினுடைய அளவில்லாத பிரசனம் இந்த நேரத்தில் அசைவாடுகிற நாள் இது. നിങ്ങൾ തന്നെ ഡിക്ലെയർ ചെയ്താൽ എന്റെ പ്രോമിസുകളെല്ലാം നിറവേറാൻ പോകുക, എന്റെ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറാൻ പോകുക. இன்னைக்கு எத்தனை பேர் அறிக்கை பண்றீங்க? நீங்களாகவே அறிக்கை பண்ணுங்க, என்னோட வாக்குத்தத்தங்கள் என்னுடைய ப்ராமிஸ் எல்லாம் நிறைவேற போகிறது. ഒരു ഇടപെടൽ, സ്വർഗീയമായ ഒരു ഇടപെടൽ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. பரலோகத்துக்குரிய ஒரு இடைபெடல் இந்த நாளில் உங்களுடைய வாழ்க்கையில் நடக்க போகிறது அன்பானவர்களே. ഇത് മാറുകയാണ്. ഒരു തിരുപ്പുമുനയുടെ നാളാക ഉങ്ങളുടെ வாழ்க்கையில் നാൾ മാറുகிறது. സംഭവിക്കുന്ന ദൈവികമായ ഇടപെടലുകൾ സംഭവിക്കുന്ന ഒരു സമയമായി ഇത് മാറുകയാണ്. ഒരു എൻകൗണ്ടർ, ദൈവികമായ ഇടപെടൽ ഉങ്ങളുടെ வாழ்க்கையில் നടക്കുന്ന ഒരു നേരം ഇത്. ഇന്ന് രാത്രിയിൽ ചില ഹെവൻലി വിഷൻസ്, സ്വർഗീയമായ ദർശനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുകയാണ്. இந்த இரவில் சில பரலோக தரிசனங்கள் உங்களுக்கு வரப்போகிறது. സ്വർഗ്ഗം നിങ്ങളോട് നേരിട്ട് ഇടപെടുന്ന രാത്രി ഇത് മാറാൻ പോകുകയാണ്. பரலோகம் நேரடியாக உங்களோடு இடைபடுகிற இரவாக இந்த இரவு മാറുகிறது. വിശ്വസിക്കുന്നു എന്റെ ലൈഫിനകത്ത് ഭയങ്കര ബ്രേക്ക് ത്രൂ ഇപ്പോൾ സംഭവിക്കാൻ പോകുകയാണെന്ന്. எத்தனை பேர் நம்புறீங்க என்னுடைய வாழ்க்கையிலே ஒரு பிரேக் த்ரூ இன்னைக்கே நடக்க போகிறது என்று சொல்லி? പ്രവാസി എല്ലാവരും ഒന്ന് പ്രൈസ് ചെയ്തേ, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എല്ലാവരും പ്രൈസ് பண்ணுங்க, கர்த்தருடைய கரங்களில் உங்களை ஒப்புக்கொடுங்க. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയും, യേശു ഗെന്നസേരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു എന്ന്. லூக்கா எழுதின சுவிசேஷம் 5வது அதிகாரம் அதனுடைய 1வது வசனம் வாசிக்கும் போது அங்கே விதமாக வாசிக்க கேட்கிறோம். பின்பு அவர் கெனேசரத்து கடலருகே நின்ற போது திரளான ஜனங்கள் தேவ வசனத்தை கேட்கும்படி அவரிடத்தில் நெருங்கினார்கள். എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടമാ. കാരണം അവിടെ ആ ജനം കൂടി വന്നത്, യേശുവിന്റെ അരികിൽ വന്നത് ഒരു അത്ഭുതത്തിന് വേണ്ടിയിട്ടല്ല, ഒരു വിടുതൽ പ്രാപിക്കാനായിട്ടല്ല, ഒരു സൗഖ്യം പ്രാപിക്കാനായിട്ടല്ല. അവിടെ വചനം പറയുക, ദൈവവചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു എന്ന്. ആമേൻ. இந்த வசனம் எனக்கு மிக அதிகமாக பிடிக்கும். ஏனென்றால் அந்த இடத்தில் வசனம் சொல்கிறது, அந்த இடத்தில் இயேசுவிடத்தில் இருந்து ஒரு விடுதலை பெற்றுக்கொள்ளும்படியாக அல்ல, ஒரு சுகம் பெற்றுக்கொள்ளும்படியாக அல்ல, ஒரு அற்புதம் பெற்றுக்கொள்ளும்படியாக அல்ல, மாறாக அவரிடத்தில் வசனத்தை கேட்கும்படியாக என்று சொல்கிறது. ഞങ്ങൾ പറയുമ്പോൾ എത്ര പേർക്ക് ആ ദൈവവചനം കേൾക്കണമെന്ന്, ദൈവവചനത്തെ പ്രാപിക്കണമെന്ന്, ആ ദൈവവചനത്തിൽ നിറയണമെന്ന് എത്ര പേർക്ക് ആഗ്രഹം വരുന്നു? ആമേൻ. ഇത് കേൾക്കുம்போது எத்தனை நபர்கள் தேவ வசனத்தை பெற்றுக்கொள்ள வேண்டும், அந்த தேவ வார்த்தையால் நிரம்ப வேண்டும், அந்த ദൈവത്തിനുடைய വല്ലമയെ ആമേൻ പെറ്റുകൊള്ള வேண்டும் എന്ന ആശ இருக்கிறது. യേശുക്രിസ്തുവിന്റെ നാവിൽ നിന്ന്, വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് സാധാരണമായ വാക്കുകൾ മാത്രമല്ല, അത് ജീവനും ആത്മാവുമാണ്.
ஏனென்றால் கர்த்தராகிய இயேசு கிறிஸ்துவினுடைய வாயிலிருந்து புறப்படுகிறதான ஒவ்வொரு வார்த்தையும் அது வெறும் வார்த்தையாக மட்டுமல்ல, அது ജീവനും ആവിയുമാകവേ ഇരുന്നത്. വചനത്തിന് നമ്മളെ വീണ്ടും ജനിപ്പിക്കാൻ കഴിയും, ആ വചനത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയും, ആ വചനത്തിന് നമ്മളെ നഷ്ടപ്പെട്ടതിനെ എല്ലാം റിസ്റ്റോർ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. அந்த வார்த்தைக்கு மெய்யாகவே நம்மளை சுத்திகரிக்க முடியும், அந்த வார்த்தைக்கு நம்மளை மெய்யாகவே கட்டி எழுப்ப முடியும், அந்த வார்த்தைக்கு നമ്മുടെ வாழ்க்கையில் இழந்ததை எல்லாம் திருப்பி தர முடியும். ഈ ജീവനും ആത്മാവുമാകുന്ന വചനത്തെ സ്വീകരിക്കാൻ, വചനത്തെ പ്രാപിക്കുവാൻ എത്ര പേർ റെഡി ആയിരിക്കുന്നു? இந்த ஜீவனும் ஆவியுமாய் இருக்கிற வார்த்தையை பெற்றுக்கொள்ள எத்தனை பேர் ஆயத்தமாக இருக்கிறீங்க? വലിയ ജനം എന്ന് പറഞ്ഞു, വലിയ ജനം യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു. அங்கே திரளான ஜனம் என்று சொல்கிறது, திரளான ஜனம் இயேசு கிறிஸ்துவை நெருங்கிக் கொண்டிருந்தது என்று சொல்லி பார்க்கிறோம். ലൂക്കോസ് വിശേഷം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് യേശു കണ്ടു, അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ യേശു കയറി എന്ന് പറയുന്നു. அந்த இடத்தில் 2வது வசனத்தில் இருந்து பார்க்கும் பொழுது, அப்பொழுது கடற்கரையிலே நின்ற 2 படகுகளை கண்டார். மீன் பிடிக்கிறவர்கள் அவைகளை விட்டிறங்கி வலைகளை அலசி கொண்டிருந்தார்கள். அப்பொழுது அந்த படகுகளில் ஒன்றில் ஏறினார், அது சீமோனுடையதாய் இருந்தது என்று வார்த்தை சொல்கிறது. ആ 1-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, വലിയ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടത് യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു. 1வது வசனத்தில் சொல்கிறது, திரளான ஜனங்கள் தேவ வசனத்தை கேட்கும்படியாக இயேசுவை நெருக்கினார்கள். പുരുഷാരം യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ, പുരുഷാരം ഉള്ളിടത്ത് എന്തായാലും അതിന്റെ ഇരട്ടി സ്ത്രീകൾ ഉണ്ടായിരിക്കും. ஜனங்கள் இயேசுவை நெருங்கிக் கொண்டிருந்தது என்று சொல்லும் பொழுது அங்கே மெய்யாகவே திரளான ஸ்திரீகளும் இருந்திருக்கலாம். പുരുഷന്മാർ ഉള്ളിടത്ത് അതിന്റെ ഇരട്ടിയായി എപ്പോഴും സ്ത്രീകളും ഉണ്ടായിരിക്കും. புருஷர்கள் இருக்கிற இடத்தில் அங்கே ரெட்டிப்பான பங்கிலே ஸ்திரீகளும் இருக்கலாம். വലിയ ജനക്കൂട്ടമുള്ള ഒരു സ്ഥലം, அப்போ பெரிதான ஜனக்கூட்டம் இருக்கிறதான ஒரு இடம், അവിടെയുള്ള മറ്റ് 2 പടകുകൾ, அந்த இடத்தில் இருக்கிறதான வேறு 2 படகுகள். വചനം പറയ, ഇതിനെ എല്ലാத்தையும் വിട്ട് യേശു ശിമോനുള്ളതായ പടകിൽ കയറി. ஆனால் இதை எல்லாம் விட்டு இயேசு சீமோனுடையதான அந்த படவொன்றிலே ஏறினது. ഹല്ലേലൂയ. ആ 2 പടകിൽ നിന്നും മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയാണ്. அந்த 2 படகுகளில் நின்று இறங்கி மீன் பிடிக்கிறவர்கள் வலை அலசி கொண்டிருக்கிறார்கள். യേശു കയറിയ പടക് അത് ഷിമോന്റേതായിട്ടുള്ള, ഷിമോനുള്ളതായ പടകിലാണ് യേശു കയറിയത്. ஆனால் இயேசு ஏறினது சீமோனுடையதான அந்த படவில் தான் ஏறினார். നമ്മൾ എപ്പോഴും പറയും, യേശു ഷിമോൻ പത്രോസിനെ ആദ്യമായി കണ്ടുമുട്ടുന്ന സ്ഥലമാണ് ഈ ഗന്നേസരത്ത് തടാകക്കരയെന്ന് നമ്മൾ പറയാറുണ്ട്. நாம் எப்பொழுதும் சொல்கிற ஒரு விஷயம் இருக்கிறது, இயேசுவானவர் இந்த சீமோனை முதல் முறையாக சந்தித்த இடம்தான் இந்த கனேசரத்து, இந்த கரையர் ஓரம் என்று சொல்லி നമ്മൾ കേട്ടതും പഠിച്ചതും എല്ലാം ഇങ്ങനെയാണ്. ഈ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ വെച്ചാണ് യേശു ആദ്യമായി ഷിമോനെ കാണുന്നതെന്ന്. ஆமே, நாம் கேட்டதும் படித்ததும் எல்லாம் இதுதான். இயேசு முதலாவது தடவையாக தான் பேதுருவை இந்த கனேசரத்து, இந்த கடல் அருகாமையிலே சந்தித்தார் என்று சொல்லி. പക്ഷെ ഞാൻ പറയുന്നു, ഇവിടെ വെച്ചല്ല യേശു ആദ്യമായി ഷിമോനെ കാണുന്നത്. ഇതിനു മുമ്പ് ഇവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ട്. ஆனால் நான் சொல்கிறேன், ஆமென், இயேசு இப்பொழுது அல்ல முதலாவதாக பேதுருவை சந்திப்பது. ஆனால் இதற்கு முன்பதாக ஆமென் சீமோனும் இயேசுவும் சந்தித்ததான ஒரு வேளை இருக்கிறது. അപ്പോൾ ഇതിനു മുമ്പ് എവിടെ വെച്ചാണ് ഷിമോനും യേശുവും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടായത്? அப்போ இதுக்கு முன்பதாக எந்த இடத்தில் வைத்துதான் இயேசுவும் சீமோனும் அந்த முதல் சந்திப்பு நடத்தினது? അവിടെ എന്താണ് ഷിമോന്റെ ലൈഫിൽ സംഭവിച്ചത്? அங்கே என்னதான் இந்த சீமோனுடைய வாழ்க்கையில் நடந்தது? ഇവിടെ ഷിമോനുള്ളതായ പടകിൽ യേശു കയറാൻ കാരണം എന്താണ്? இங்கே சீமோனுடையதான இந்த படவுகளில் ஏற காரணம் என்னது? ഇത് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുകയാണ്. இன்றைக்கு இதை நாம் தியானிக்க போகிறோம். നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോട് കൂടിയായിരിക്കുക. நீங்க எல்லாரும் கவனத்தோடு கூட இருங்க. കാരണം വചനം എഴുതുന്ന ഓരോ വാക്കുകളും അത് വെറുതെ എഴുതുന്നല്ല, അതിനകത്തെല്ലാം ഒരു ആഴമേറിയ അർത്ഥമുണ്ട്. ஏனென்றால் வார்த்தை எழுதும்போது ஒவ்வொரு வார்த்தைகளும் அது வீணாக எழுதவில்லை, ஒவ்வொரு வார்த்தைகளுக்கு கூட அர்த்தங்கள் இருக்கிறது. 2 പടകുകളിൽ ഒന്നിൽ യേശു കയറി എന്ന് എഴുതിയാൽ മതി. 2 படகுகளில் ஒன்றில் இயேசு ஏறினார் என்று எழுதினால் போதும். ഷിമോനുള്ളതായ പടകിൽ
യേശു കയറിയെന്ന് വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു മർമ്മം മറഞ്ഞു കിടപ്പുണ്ട് ദൈവമക്കളെ. ஆனால் சீமோனுடையதான படவிலே இயேசு ஏறினார் என்று சொன்னால் அந்த இடத்தில் நிச்சயமாகவே ஒரு மர்மம் மறைந்திருக்கு. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു രഹസ്യം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്, എന്തോ ഒരു മർമ്മം അതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. அப்படி பெயர் எடுத்து சொல்ல வேண்டும் என்று சொன்னால் ஏதோ ஒரு ரகசியம், ஏதோ ஒரு மர்மம் இந்த விஷயத்துக்குள் மறைந்து இருப்பதை நாம் பார்க்கிறோம். ആ വലിയ പുരുഷാരത്തിന്റെ നടുവിലും ശിമോനെ കർത്താവ് തെരഞ്ഞെടുത്ത് ആ പടകിൽ യേശു പ്രവേശിച്ചതുപോലെ ഇന്ന് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ പേരിലും ദൈവമക്കളെ സംഭവിക്കാൻ പോകുകയാണ്. அந்த திரளான ஜனக்கூட்டத்துக்கு நடுவிலேயும் சீமோனுடைய படவை கர்த்தர் தெரிந்தெடுத்து அந்த படவில் பிரவேசித்தது போலவே இன்றைக்கு உங்களுடைய வாழ்க்கையிலையும் இப்படி சில തിരഞ്ഞെടുക്കുന്ന അനുഭവങ്ങൾ നടക്ക പോകുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞു, ഷിമോന്റെ പടകിൽ യേശു വന്നത് അത് വെറുതെയല്ല, അതൊരു സാധാരണമായ വിഷയമല്ല, അതൊരു വലിയ രഹസ്യമാ. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. மறுபடி சொல்கிறேன், சீமோனுடைய படவுக்குள் இயேசு வந்தது சாதாரணமான ஒரு விஷயம் அல்ல, அது பெரிய ஒரு ரகசியம் ஒன்றுண்டு. இது போல உங்களுடைய வாழ்க்கையிலும் இயேசுவானவர் வருகிறார். ആ കൂട്ടത്തിനകത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ കാണും, വലിയ ആഗ്രഹമുള്ളവർ കാണും, വലിയ പൊസിഷൻ ഉള്ളവർ കാണും. ഇവരെ എല്ലാം വിട്ട് ഷിമോന്റെ പടകിനെ യേശു ഫോക്കസ് ചെയ്തെങ്കിൽ, ഷിമോനെ യേശു തെരഞ്ഞെടുത്തെങ്കിൽ, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഭവനത്തിനകത്ത് വലിയ പ്രഭുക്കന്മാരോ വലിയ വിദ്യാഭ്യാസമുള്ളവരോ സമ്പന്നരായിട്ടോ ആളുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മേൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വെളിപ്പെടാൻ പോകുക ഈ സമയം. ஆமென். நான் சொல்கிறேன், அந்த நேரத்தில் பல தகுதி உள்ளவர்கள், பல உன்னதர்கள் இயேசுவோடு கூட இருந்திருக்கலாம், ஆசை உள்ளவர்கள் இருந்தலாம். ஆனால் அவர்கள் எல்லாம் விட்டு சீமோனுடைய படகை கர்த்தர் தெரிந்து கொண்டார் என்றால் இந்த நாளில் இதுபோல உங்களுடைய குடும்பத்தில் ஏராளமான தகுதி உள்ளவர்கள், பாத்திரவான்கள் இருந்தாலும் இப்படிப்பட்டதான் ஒரு தெரிந்து கொள்ளுதல் உங்களுடைய வாழ்க்கையில் வரப்போகிறது. ഈ പുരുഷാരം മുഴുവൻ യേശുവിന്റെ വചനം കേൾക്കുവാൻ യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നവരാ. இங்க கவனிங்க, இந்த திரளான ஜனங்கள் முழுவதுமாக இயேசுவினுடைய வார்த்தையை கேட்கும்படியாக இயேசுவை நெருங்கி கொண்டவர்கள். അവർ മുഴുവൻ വചനം കേൾക്കുവാൻ ആഗ്രഹത്തോടെ, വളരെ ആഗ്രഹത്തോടെ യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നവരാ. அவர்கள் எல்லாரும் மிக அதிகமாக வாஞ்சியுள்ளவர்களாக வார்த்தையை கேட்கும்படியாக இயேசுவை நெருங்கி வந்தவர்கள். എന്നാൽ ഷിമോൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം ബിസിനസ് മാത്രം നോക്കിക്കൊണ്ടിരുന്ന വ്യക്തി ആ സമയത്ത്. ஆனால் சீமோன் இதை எதையுமே கவனிக்காமல் சொந்த வேலையை மட்டும் கவனித்துக் கொண்டிருந்த நபர். ആ വചനം കേൾക്കാനുള്ള ആഗ്രഹമുള്ളവരുടെ കൂട്ടത്തിൽ ഷിമോൻ ഇല്ല. സ്വന്തം തൊഴിലിനകത്ത് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തി ആ സമയം ഷിമോൻ. அந்த திரளான ஜனங்கள் வசனம் கேட்க வாஞ்சித்தவர்கள் கூட்டத்தில் சீமோன் இல்லை. சொந்தம் தொழிலை மற்றும் கவனித்து இருக்கிற ஒரு நபர் தான் அந்த நேரத்தில் சீமோன். അവരെല്ലാം വിട്ട് യേശു ഷിമോനെ തെരഞ്ഞെടുത്തെങ്കിൽ അതൊരു ചെറിയ തെരഞ്ഞെടുപ്പല്ല ദൈവമക്കളെ. അങ്ങനെ ഒരു കോളിംഗ് ഇപ്പോൾ നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുക. ഈ പ്രൊഫറ്റിക്കൽ വേർഡിനെ സ്വീകരിച്ച് പ്രാപിക്കാൻ കഴിയുന്നവർ അതിനെ സ്വീകരിച്ച് തുടങ്ങിയാട്ടെ. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരു കോളിംഗ് ഇപ്പോൾ നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുക. அப்படி திரளான ஜனத்தை விட்டு அப்படி ஒரு தெரிந்து கொள்ளுதல் பேதுருடைய வாழ்க்கையில் வெளிப்பட்டது என்று சொன்னால், அப்படி ஒரு தெரிந்து கொள்ளுதல் அன்பானவர்களே உங்கள் மேல் வெளிப்படுகிறது. உங்களுடைய குவாலிட்டியை பார்க்காம அப்படி ஒரு தெரிந்து கொள்ளல் உங்களுடைய வாழ்க்கையில வருகிறது. ഹല്ലേലൂയ. ഈ പടകിനകത്തും അങ്ങനെ ഒരു കാൽ ശബ്ദം കേൾക്കാൻ പോകുക നിങ്ങൾ. இந்த படவுக்குள்ளாகவும் இப்படி ஒரு கால் சத்தத்தை நீங்கள் கேட்க போகிறீர்கள். ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇത് ഷിമോനെ ആദ്യം കണ്ട സമയമല്ല. நான் முதலாவதே சொன்னேன், சீமோனை இது முதலாவது சந்திக்கிற நேரம் அல்ல. അപ്പൊ ഷിമോനെ യേശു ആദ്യമായി മീറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചാ? அப்போ சீமோனை இயேசு முதலாவதாக சந்தித்த இடம் எது? യോഹന്നാൻ സുവിശേഷം 1-35 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, யோவானின் சுவிசேஷம் 1வது அதிகாரம் அதனுடைய 35வது വചനത്തിലിருந்து നാം വാസിക്ക കേൾക്കുമ്പോൾ അവിടെ പറയാം, പിറ്റേന്നാൾ സ്നാപകയോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. மற்ற நாளிலே யோவானும் அவனுடைய சீஷரில் 2 பேரும் நிற்கும்போது இயேசு நடந்து போகிறதை அவன் கண்டு இதோ தேவ ആട്ടുകുട്ടി என்றான். ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു പദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പറയത്തില്ല. അതിനെല്ലാം ഒരു ആഴമേറിയ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ നിന്നുകൊണ്ടാണ് സ്നാപകയോഹന്നാൻ യേശു നടന്നു പോകുന്നത് കണ്ടിട്ട് ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്നത്. நான் ஏற்கனவே சொன்னேன், வேத புத்தகத்தில் இருக்கிற ஒவ்வொரு வார்த்தையும் சும்மாவாக சொல்லப்படுவதில்லை. ஒவ்வொரு வார்த்தைக்கும் அதனுடையதான
பெரியதனான அர்த்தங்கள் இருக்கிறது. இங்கே யோவான் நடந்து போகிற இயேசுவை கண்டு இதோ தெய்வ ஆட்டுக்குட்டி என்று சொல்லதிலேயும் பெரியதான ஒரு அர்த்தம் இருக்கிறது. കാരണം ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയാൻ കാരണം ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ തങ്ങളുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി അവർ ആട്ടിൻകുട്ടിയെ യാഗമർപ്പിച്ചിരുന്നു. அக்காலத்திலே யூதர்கள் தங்களுடைய பாவங்களுடைய மன்னிப்புக்காக ஒரு ஆட்டுக்குட்டியை பலி செலுத்தி வந்தது. ഹല്ലേലൂയ. അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിക്കുന്ന സമയത്ത് ബാലന്റെ മേൽ കൈവെക്കരുതെന്ന് പറഞ്ഞ് അവിടെ ദൈവം അബ്രഹാമിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ ഒരുക്കി കൊടുത്തു. ஆபிரகாம் ஈசாக்கை பலி செலுத்துகிறதான அந்த நேரத்திலேயே பரலோகத்தில் இருந்து அமேன் பிள்ளையாண்டான் மேலே கை வைக்க கூடாது என்றதான ஒரு சத்தத்தை கர்த்தர் சொல்லி அமேன் அந்த இடத்தில் ஆபிரகாமுக்காக அமேன் ஒரு ஆட்டுக்குட்டியை கர்த்தர் ஆயத்தம் பண்ணினார். ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയാൻ കാരണം ദൈവം മാനവരാശിയുടെ പാപരക്ഷയ്ക്ക് വേണ്ടി അർപ്പിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശു ക്രിസ്തു. ആ അർത്ഥത്തിലാണ് സ്നാപയോഹന്നാൻ യേശു നടന്നു പോകുമ്പോൾ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്നത്. ஏன் இந்த இடத்திலே தெய்வ ஆட்டுக்குட்டி என்று சொல்லி கர்த்தராகிய இயேசு கிறிஸ்துவை குறித்து சொல்கிறது என்று சொன்னால், தேவன் சகல மனிதர்களுடைய பாவ நிவாரணத்திற்காக அர்ப்பணித்த அந்த ஆட்டுக்குட்டி ஆனவர் இயேசு கிறிஸ்துவாக இருப்பதனால்தான் தேவனுடைய ஆட்டுக்குட்டி என்று சொல்லி அந்த இடத்தில் யோவான் சொல்கிறது. ദൈവമക്കളെ, നമുക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് കർത്താവായ യേശു ക്രിസ്തു. தெய்வ பிள்ளைகளே, நமக்காக கர்த்தர் தந்திருக்கிற தேவ ஆட்டுக்குட்டி தான் கர்த்தராகிய இயேசுவானவர். ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളുടെ പാപങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി, പാപത്തിൽ നിന്നുള്ള മോചനത്തിനായി ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. தெய்வ பிள்ளைகளே, நம்முடைய பாவங்களில் நின்றுள்ள மீட்புக்காக, நம்முடைய பாவங்களில் நின்றுள்ள விடுதலைக்காக தேவன் ஆயத்தம் பண்ணினவர் தான் தேவ ആട്ടുകുട്ടിയാകിയ കർത്തരായ യേശു ക്രിസ്തു. ഏതെങ്കിലും പാപത്തിനകത്ത് നിങ്ങൾ അടിമപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ കരമുയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചു തുടങ്ങിയാട്ടെ. നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കർത്താവിനെ നിങ്ങളെ വിടുവിക്കുവാനായിട്ട് സാധിക്കും. இன்றைக்கு நீங்கள் ஏதாவது பாவத்துக்குள்ள இருக்கிறீர்கள் என்று சொன்னால் உங்களுடைய கரங்களை உயர்த்தி ஓ கர்த்தாவாய இயேசுவே என்று அழைங்க. உங்களுடைய பாவங்களில் நின்று அவர் உங்களை விடுதலையாக்குவார். സകല പാപത്തിൽ നിന്നും വിടുതലാക്കുവാൻ ശക്തനത്രേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. நம்முடைய சகல பாவங்களில் நின்றும் நம்மை விடுவிக்க வல்லவர் தான் நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து. ഈ വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് സ്നാപയോഹന്നാൻ കടന്നു പോകുന്ന യേശു ക്രിസ്തുവിനെ നോക്കിയിട്ട് ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്നത്. இந்த வெளிப்பாடில் தான் ஸ்நாபக யோவான் அமேன் நடந்து போகிற இயேசு கிறிஸ்துவை கண்ட தேவ ஆட்டுக்குட்டி என்று சொல்லி சொல்கிறது. ഇത് കേട്ട് സ്നാപക യോഹന്നാന്റെ കൂടെ നിന്ന ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. இது கேட்டு ஸ்நாபக யோவானோடு கூட இருந்த அந்த ரெண்டு சீஷர்கள் இயேசுவை பின்பற்றினார்கள். യോഹന്നാൻ സുവിശേഷം 1-38 വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു. யோவான் எழுதின சுவிசேஷம் 1வது அதிகாரம் அதனுடைய 38வது வசனம் இவ்விதமாக சொல்கிறது. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. இயேசு திரும்பி அவர்கள் பின் செல்லுகிறதை கண்டு என்ன தேடுகிறீர்கள் என்றார். அதற்கு அவர்கள் ரபி, நீர் எங்கே தங்கி இருக்கிறீர்கள் என்று கேட்டார்கள். ரபி என்பதற்கு போதகரே என்று அர்த்தமாம். 39ാമത്തെ വാക്യം പറയുന്നു, യേശു അവരോട് വന്നു കാണുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ യേശു വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് യേശുവിനോട് കൂടെ അവർ പാർത്തു. பாருங்க, 39வது வசனம் விதமாக சொல்கிறது. அவர் வந்து பாருங்கள் என்றார். அவர்கள் வந்து அவர் தங்கி இருந்த இடத்தை கண்டு அன்றைய தினம் அவரிடத்தில் தங்கினார்கள். ഹല്ലേലൂയ. അവർ യേശുവിനെ അനുഗമിച്ചപ്പോൾ യേശുവിനെ വിളിച്ചത് റബ്ബി, ഗുരു എന്നാണ് വിളിച്ചത്. அவர்கள் இயேசுவை பின்பற்றும் போது அவரை அழைத்தது ரபி, போதகரே என்று சொல்லிதான். ഒരു ദിവസം അവർ യേശുവിന്റെ കൂടെ പാർത്തു എന്ന് വചനം പറയുന്നു. அந்த ஒரு நாள் இயேசுவோடு கூட தங்கினார்கள் என்று சொல்லி வசனம் சொல்கிறது. എന്നാൽ 40ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. ஆமென். 40வது வசனம் சொல்கிறது, யோவான் சொன்னதை கேட்டு
அவருக்கு பின் சென்ற 2 பேரில் ஒருவன் சீமோன் பேதுருவினுடைய സഹോദരനാകിയ അന്ത്രേയ என்பவன். 41 വാക്യം നിങ്ങൾ നോക്കിയേ. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മിശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. 41வது வசனம் பாருங்க. அவன் முதலாவது தன் சகோதரனாகிய சீமோனை கண்டு மேசியாவை கண்டோம் என்று சொன்னான். மேசியா என்பதற்கு கிறிஸ்து என்று அர்த்தமாம். ഹല്ലേലൂയ. നോക്കിയ ആദ്യം ക്രിസ്തു എന്ന വെളിപ്പാട് ലഭിക്കുന്നത് അന്ത്രയോസിനാണ്. கவனிங்க, முதலாவதாக கிறிஸ்து என்றதான ഒരു വെളിപ്പാട് கிடைப்பது അന്ത്രയാവുക്ക്. ആദ്യം ഇവർ റബ്ബി ഗുരു എന്നാ വിളിച്ചത്. എന്നാൽ ഒരു ദിവസം യേശുവിന്റെ കൂടെ പാർത്തതേ ഉള്ളൂ. അവർക്ക് അന്നേരം മനസ്സിലായി, അന്നേരം അവർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചു. യേശു ഒരു സാധാരണ ഗുരു മാത്രമല്ല, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായ മിശിഹായാകുന്ന ക്രിസ്തു അത്രേ. கவனிங்க, இயேசுவை பின்பற்றுகிற அவர்கள் ஒரே இரவில் இயேசுவோடு கூட தங்கினது மட்டும்தான். ஆனால் அந்த ஒற்றை நாளிலே இவர்களுக்கு ஒரு வெளிப்பாடு கிடைக்கிறது. இயேசுவானவர் வெறும் ஒரு ரபியாக மட்டுமல்ல, அவர் இஸ்ரவேல் காத்திருக்கிற அந்த கிறிஸ்துவாக இருக்கிறார். യഹൂദന്മാർ മുഴുവൻ കാത്തിരിക്കുന്ന അവരുടെ വീണ്ടെടുപ്പുകാരനായ അവരുടെ രക്ഷകനായ ക്രിസ്തുവിനെ കണ്ടു എന്നാണ് അന്ത്രയോസ് പറയുന്നത്. ஆமென். பாருங்க, முழு இஸ்ரவேல் ஜனங்களும் அவளோடு காத்து கொண்டிருக்கிற அவருடைய மேசியாவாக இருக்கிற ரட்சகராகிய கிறிஸ்துவை கண்டோம் என்று சொல்லிதான் அந்திரேயா சொல்கிறார். പഴയ നിയമത്തിലെ പ്രവാചകന്മാർ മുഴുവൻ പ്രവചിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനെ കണ്ടു എന്നാ പറയുന്നത്. ஆமென். பழைய உடன்படிக்கையினுடைய எல்லா தீர்க்கதரிசிகளும் தீர்க்கதரிசனம் உரைத்திருக்கிறார். இஸ்ரவேலுடைய மீட்பரா இருக்கிற கிறிஸ்துவை கண்டோம் என்று சொல்லிதான் அவர்கள் சொல்கிறார்கள். സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവിനെ കണ്ടു എന്നാ പറയുന്നത്. தேவனுடைய சகல பரிபூர்ணமும் சரீர சாயலாக வாசமாய் இருக்கிற கிறிஸ்துவை கண்டோம் என்று சொல்லிதான் அவர்கள் சொல்கிறார்கள். മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ കണ്ടു എന്നാ പറയുന്നത്. மகிமையின் நம்பிக்கையான கிறிஸ்துவை கண்டோம் என்று சொல்லிதான் இவர்கள் சொல்கிறார்கள். തേജസ്സിന്റെ കർത്താവായ ക്രിസ്തുവിനെ കണ്ടു എന്നാ പറയുന്നത്. மகிமையின் கர்த்தராகிய கிறிஸ்துவை கண்டோம் என்று சொல்லிதான் ஆமென் இவர்கள் சொல்கிறது. ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായ ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു എന്നാ പറയുന്നത്. தேவனிடத்தில் நின்று நம்முடைய ஞானமும் மீட்பும் நம்முடைய பரிசுத்தமும் ஆகிய கிறிஸ்துவை கண்டோம் என்று சொல்லிதான் இவர்கள் சொல்கிறார்கள். സ്നാപകയോഹന്നാന് ലഭിച്ച വെളിപ്പാട് ഇത് ദൈവത്തിന്റെ കുഞ്ഞാടുന്നാ. அப்போ ஸ்நாபக யோவானுக்கு கிடைத்த வெளிப்பாடு இதுதான், இவர் தெய்வ ஆட்டுக்குட்டி. ഇവർ പോകുമ്പോൾ യേശുവിനെ ആദ്യം കാണുമ്പോൾ ഇതൊരു ഗുരുവാണെന്നാ, റബ്ബിയാണെന്നാ അവർ തിരിച്ചറിഞ്ഞത്. ஆமென். இயேசுவை முதலாவது தடவையாக பின்பற்றும் போது இவர் ஒரு போதகர், ரபி என்று சொல்லி அவர்கள் புரிந்து கொள்கிறார்கள். എന്നാൽ ഒരു ദിവസം യേശുവിന്റെ കൂടെ വസിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതൊരു സാധാരണ കുഞ്ഞാട് മാത്രമല്ല, ഇതൊരു സാധാരണ റബ്ബി മാത്രമല്ല, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ ഞങ്ങളുടെ മിശിഹായത്രേ, ഞങ്ങളുടെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അത്രേ. ஆனால் ஒரு இரவு இயேசுவோடு கூட தங்கும் போது அவர்கள் புரிந்து கொள்கிறார்கள், இவர் தெய்வ ஆட்டுக்குட்டி மட்டுமல்ல, போதகர் மட்டுமல்ல, ஓ இஸ்ரவேலுடைய எங்களுடைய மீட்பர் ஆகிய இயேசு கிறிஸ்துவானவர், மகிமை நம்பிக்கையான கிறிஸ்துவானவர். നമുക്കിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. இப்பொழுது நாங்கள் ஒருமித்து ஜெபிக்க போகிறோம். இப்பொழுது நீங்கள் எங்களோடு சேர்ந்து ஜெபித்துக் கொள்ளுங்க. எங்களை நல்ல அன்பின் பரலோக தகப்பனே, இந்த நல்ல நேரத்துக்காக நாங்கள் உமக்கு நன்றியை செலுத்துகிறோம். அப்பா, வெறுமையான பேதுருவினுடைய படகை தேடி வந்த கர்த்தர் இன்றைக்கு வெறுமையாக யாரெல்லாம் எங்களை கேட்டுக்கொண்டு இருக்கிறார்களோ, ஓ இவர்களுடைய வாழ்க்கைக்கு நேராக நீங்க வருவதற்காக நன்றி. இப்பொழுதே வெறுமையை மாற்றுகிற இயேசுவானவர், தேவ ஆட்டுக்குட்டியான இயேசுவானவர், ஓ எங்களுடைய மெய்யான கிறிஸ்துவானவர் இவர்கள் வாழ்க்கையில் இறங்கும்படியாக நாங்கள் ஜெபிக்கிறோம். யாரெல்லாம் கர்த்தாவே கண்ணீரோடு பாரத்தோடு இருக்கிறார்களோ, இவர்கள் வாழ்க்கையில் இப்பொழுதே ஒரு விடுதலை உண்டாகட்டும். சுரேகா என்னதான ஒரு நபர், அவருடைய வாழ்க்கையில் இருக்கிற எல்லா தனிமை சோர்வுகள் விலகுவதற்காக ஸ்தோத்திரம். கர்த்தாவே அலெக்சாண்டர் என்னதான ஒரு நபர், கர்த்தாவே அவர்கள் வாழ்க்கையிலே தோல்விக்கு மேல தோல்விகள் சந்தித்து இருக்கிற நபருடைய வாழ்க்கையிலே இப்பொழுதே இயேசு அந்த படகுக்கு மேல ஏறி சில விடுதலைகள் செய்வதற்காக ஸ்தோத்திரம். அப்பா, இப்பொழுதே நாங்கள் ஜெபிக்கும் போது ஒவ்வொரு பலவீனங்களும் சொஸ்தமாகட்டும். இயேசுவானுடைய பரிசுத்த கரம் ஒவ்வொரு நபர்களையும் தொடும்படியாக நாங்கள் ஜெபிக்கிறோம் കർത്താവേ. അത് പറഞ്ഞു ബ്ലസ് ചെയ്യുന്നപ്പ. ആമേൻ. അധികമായി ഓരോരുത്തരുടെ മേൽ നിറവേറുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ വലിയ പ്രവർത്തികൾ നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നാഗർകോവിൽ ആ ദേശത്തൊക്കെ ദൈവ പ്രവർത്തികൾ അധികമായി സംഭവിക്കുന്നു. ഒരു വലിയ സൈന്യത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിടുതൽ അധികമായി ഇവരുടെ മേൽ സംഭവിക്കുന്നതിനായി നന്ദി.
മദ്യപാനത്തിന്റെ ദുരാത്മാക്കൾ മാറട്ടെ. കുടുംബത്തിൽ സമാധാനത്തിൽ ഡിക്ലെയർ ചെയ്യുന്ന കർത്താവേ, ദൈവകൃപ വ്യാപരിക്കട്ടെ. ചെസ്റ്റ് പെയിനുകൾ, നെഞ്ചു സംബന്ധമായ വലികൾ ഗുണമാകിയ അത്ഭുത സൗഖ്യത്തെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ഞങ്ങളെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. നോയാളുകൾ ഗുണമാകട്ടും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം വെളിപ്പെടട്ടും. കർത്താവേ, അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ മഹത്വം എല്ലാം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ജീസസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ മൂന്നാർ പോസ്റ്റ് ഓഫീസ് സമീപമുള്ള ഗിൽഹാൾ ഹാളിൽ ബ്രദർ ടോണി ഫ്രാൻസിസ്, സിസ്റ്റർ ജിനു ടോണി എന്നിവർ ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7:30 ഓൺലൈൻ വർഷിപ്പ് സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447775093 അല്ലെങ്കിൽ 9495975093. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഞങ്ങൾക്ക് അയക്കേണ്ട നമ്പർ 9447775093. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യൻ സമയം ഈവനിംഗ് 6:30 മുതൽ സൂം പ്ലാറ്റ്ഫോമിൽ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മീറ്റിംഗ് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാനായി സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക. കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളും അനുഗ്രഹീത വചന സന്ദേശങ്ങളും ലഭിക്കുവാൻ ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 24 മണിക്കൂർ ദൈവവചന സന്ദേശങ്ങളും ആരാധനാ സംപ്രേഷണം ചെയ്യുന്ന CGM റേഡിയോ പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ബ്രദർ ടോണി ഫ്രാൻസിസ്, സിസ്റ്റർ ജിനു ടോണിയുടെയും അപ്കമിംഗ് മീറ്റിംഗിനെ കുറിച്ച് അറിയുവാനും മീറ്റിംഗ് നടത്തുവാനും 9447442660 എന്ന നമ്പറിലോ 9447775093 എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.